വെള്ളരിക്ക ഒഴിച്ചുകറി നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ. എന്നാൽ ഇതൊരു വ്യത്യസ്ത രീതിയിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്നാ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോഴിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ കറി കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ടതും 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും 1 സവാളയും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാട്ടോ. കൂടെ ഒരു പച്ചമുളക് കൂടെ കീറി ഇട്ടോളൂ. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഇതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വല്ലാണ്ട് കളറൊന്നും മാറ്റിയെടുക്കണ്ട. ഏതാണ്ട് ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് 1 തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ. തക്കാളിയും ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വേവുന്നത് വരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഓരോരോ മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും തക്കാളി വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെള്ളരിക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് അരിഞ്ഞെടുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാട്ടോ ചേർക്കുന്നത്. ഈ സാമ്പാർ പൊടി ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ സാമ്പാർ പൊടി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണേ. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. ഇത് നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന തുവരപ്പരിപ്പാട്ടോ. അത് കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ പരിപ്പും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരെയും കേൾപ്പിക്കണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കണം. 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇത് അവിടെ ഇരുന്നങ്ങ് വേവട്ടെ. ഈ സമയം നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നങ്ങ് അരച്ചങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിൽ 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയി ഒന്നിരിക്കുക കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. നമ്മള് ഇട്ട വെള്ളരിക്കയും എല്ലാം പരിപ്പും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ഈ സമയം ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. ആ മിക്സിയുടെ ജാറ് കഴുകി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ഇത് ഒരുപാട് അങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും കേട്ടോ. ഈ സമയം നോക്കിയിട്ട് ഉപ്പിന്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിവിടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം ഈ സമയം നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കാട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാട്ടോ. നല്ല അടിപൊളി ഒരു ഒഴിച്ചെറിയാട്ടോ. ഇതിന്റെ കൂടെ ഒരു മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പം ഇനിയും നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.